ദേവി രക്ഷിക്കണേ, എന്റെ അച്ഛൻ ജോലിക്ക് പോയിരിക്കുക. ഒരാളെ തല്ല, അച്ഛൻ അയാളെ ഭംഗിയായി തല്ലാൻ പറ്റണേ. ഭാസ്കരൻ, ചെമ്പരന്തു ഭാസ്കരൻ. എന്നെ ഒന്നും ചെയ്യില്ല ഭാസ്കര, നീ എന്തു പറഞ്ഞാലും ഞാൻ അനുസരിക്കാം. അനുസരിക്കണം, അല്ലെങ്കിൽ ഭാസ്കരനെ അനുസരിപ്പിക്കും. ദൈവത്തിൽ പിടിച്ച ക്വാറിയും ഈ മരമില്ലും തിരിച്ചു തരാം. എനിക്ക് എന്റെ ജീവൻ മാത്രം മതി. അപ്പൊ കാശ് വേണ്ട. എടാ, ഈ ഭാസ്കരൻ ഇടപെട്ടൊരു പ്രശ്നം തീർക്കുമ്പോൾ നെറുകേട് കാണിച്ചെന്ന് പറയരുത്. ഒരു നാറിയുടെ മക്കളും ക്വാറിയും മരമില്ലും പിടിക്കാൻ നീ ഇറക്കിയ മുഴുവൻ കാശും തരും ഈ തോമസ്. കൊടുക്കാം. കേട്ടല്ലോ? അതും മേടിച്ചോണ്ട് പൊയ്ക്കോണോ ഈ നാട്ടിൽ നിന്ന്? കേട്ടോടാ? വാടോ. ഭാസ്കര, എന്തു ഭ്രാന്ത നീ കാണിക്കണം? ഭാസ്കര, നീ? അതെ, ഞാനാ വിളിക്കുന്നേ. വാന്നേ, വരാനല്ലേ പറഞ്ഞത്? എന്നിറങ്ങി തറവാട്ടിന്ന്? കഴിഞ്ഞ ആഴ്ച. എന്നിട്ട് ഇപ്പോഴാ എന്നെ കാണാൻ വരിക? വരാനിരുന്നതാ, പക്ഷേ ഭാസ്കര, കാര്യം പറയടോ. എന്റെ മോൻ, അവൻ മരിച്ചു. കൊന്നതാ. ഏത് നാറിയുടെ മക്കളാ അത് ചെയ്തത്? അറിയില്ല. ടൗണിൽ വെച്ച് മുഖം മൂടിയിട്ട് വന്ന 3-4 പേര് ചേർന്ന് എന്നോടുള്ള പക തീർത്തതാ. പക്ഷേ എന്റെ മോൻ, അവൻ എന്ത് തെറ്റാ ചെയ്തത്? നമുക്ക് കണ്ടുപിടിക്കാൻ രാഘവ. അവന്മാരാരായാലും നമുക്ക് കണ്ടുപിടിക്കാം, എന്നിട്ട് കൊന്നു തള്ളാം. വേണ്ട. ഇത്രയും കാലം ഞാൻ ചെയ്തു കൂട്ടിയ പാപങ്ങൾക്ക് ദൈവം തന്ന ശിക്ഷ എന്റെ മോന്റെ മരണം. ഇനി വയ്യ, എല്ലാം ഞാൻ അവസാനിപ്പിക്കാം. മറ്റുള്ളവരെ കൊന്നും ഭീഷണിപ്പെടുത്തിയും ഒരു ജീവിതം നമുക്ക് വേണ്ട. നമ്മൾ കാരണം പാവം നമ്മുടെ മക്കൾ അനുഭവിക്കാൻ ഇടവരരുത്. ഇനി ആ പണിക്ക് നമ്മൾ പോകുന്നില്ല. അതിൽ നിന്ന് കിട്ടുന്ന കാശ് നമുക്ക് വേണ്ട. അവൻ പോയി ആൻഡോ. പക്ഷെ പോകും മുമ്പ് ഭാസ്കരൻ പറഞ്ഞതുപോലെയൊക്കെ അവൻ ചെയ്തു. ഇപ്പൊ കോറിയും വരമില്ലും എനിക്ക് സ്വന്തം. ദാ ഭാസ്കരന്റെ വിഹിതം ഇതിലുണ്ട്, ചോദിച്ചതിലും കൂടുതൽ. അപ്പോ ലാൽ സലാം. ഓ എടാ രാഘവ, നിനക്കറിയുവോ, ഒരു കാലത്ത് ഈ നാടിന്റെ പകുതിയും എന്റെ കാരണവന്മാരുടേതായിരുന്നു. ചീട്ട് കളിക്കാൻ കാശ് തികയാതെ വന്നപ്പോ കടം വെച്ച് കളിച്ച് കളഞ്ഞതാ എന്റെ അപ്പനപ്പൂപ്പന്മാരിലെ ഏതോ ഒരു വിവരദോഷി. ആ കാരണവർ അന്നത് ചെയ്തില്ലായിരുന്നെങ്കിൽ കടം മേടിച്ച കാശ് തിരിച്ചു കൊടുത്തില്ല എന്ന് പറഞ്ഞ് വരത്തന്മാരായ ഗുണ്ടകൾക്ക് വെട്ടിക്കൊല്ലേണ്ടി വരില്ലായിരുന്നു എന്റെ അച്ഛനെ. ഷാപ്പിലെ നനഞ്ഞ മണ്ണിൽ ചോര വാർന്നു കിടന്ന എന്റെ അച്ഛന്റെ കണ്ണ് തിരുമ്മി അടയ്ക്കുമ്പോഴാ ആരെ കൊന്നിട്ടായാലും കാശുണ്ടാക്കണമെന്ന് ഈ ഭാസ്കരൻ തീരുമാനിച്ചത്. ഇപ്പോഴീ നാട്ടിൽ ഭാസ്കരൻ അറിയാതെ ഒരു ചുക്കും നടക്കില്ല, ഒരു കാക്ക പോലും പറക്കില്ല. അഥവാ പറക്കണമെന്നുണ്ടെങ്കിൽ ഭാസ്കരന് കിട്ടാനുള്ളത് കിട്ടിയിരിക്കണം. പിന്നെ എന്റെ മകന്റെ കാര്യം, ഞാൻ അവനെ പഠിപ്പിച്ചൊരു ഡോക്ടറോ മൈസൂരോട്ടോ ഒന്നും ആക്കില്ല. വലിയൊരു ഗുണ്ടയാക്കും, എന്നേക്കാൾ വലിയൊരു ഗുണ്ട. സകലരും അവന്റെ പേര് കേട്ടാൽ വിറയ്ക്കും. വിറയ്ക്കണം. ഭാസി, അച്ഛന്റെ ആ കുപ്പിയും എടുത്തോണ്ട് വാ.
എന്തേ രമേശ, അന്നെ നമ്മൾ കണ്ടുപിടിക്കൂല എന്ന് കരുതിയാ? ഈ യൂണിയനും സമരവും ഒക്കെ നമ്മുടെ സ്ഥാപനത്തിൽ തന്നെ വേണോ സാറേ? സലീമേ, ആ പേപ്പർ എടുക്കി. നിന്റെ രാജിക്കത്താ ഒപ്പറ. എന്താ കരുതിയത്? ഭീഷണി പിടിച്ച ഒപ്പിടുമെന്ന് വിചാരിച്ചു. ഒപ്പറ വേഗം. മൂളിക്കണ്ടത്തുകാരെ കുറിച്ച് നിങ്ങൾക്ക് അറിഞ്ഞൂടാ. ഞാൻ ചങ്കൂറ്റം പാസയുടെ നാട്ടുകാരനാണെങ്കിൽ ഇതിനുള്ള മറുപടി കിട്ടിയിരിക്കും. ഓടാ. സലാം ഭായ്. രാജേന്ദ്രൻ. ഞാൻ ഹരി. ജോണി. ജമാൽ. വിനയൻ. എവിടുന്നാണാവോ? സൈന്യം. ചങ്കൂറ്റം ഭാസിയുടെ സൈന്യം എന്ന് പറഞ്ഞാൽ മൂളിക്കണ്ടത്തിന്റെ സൈന്യം. ഹലോ, എന്ത്? ഞങ്ങളുടെ നാട്ടിലെ ഒരുത്തിനെ നീ തല്ലു അല്ലടാ? ഓ, ഓന് വേണ്ടിയാണല്ലേ. നിങ്ങക്ക് ആള് തെറ്റിപ്പോയി. ഇത് ഹൈദരാലി. തോമസേ, എന്തോ ഇവന്മാർക്ക് എന്താ വേണ്ടെന്ന് വെച്ചാ കൊടുത്തുവിടെ. മൂളിക്കണ്ടത്തുകാരന്റെ മേത്ത് ആരെങ്കിലും കൈവച്ച നോവുന്നത് അവനല്ല, ഹാസ്യേട്ടന്. ഹലോ, എന്ത്? എണീറ്റ് പോടാ. നമസ്കാരം. നടപ്പ് സാമ്പത്തിക വർഷത്തേക്കുള്ള മൂളിക്കണ്ടം ഗ്രാമപഞ്ചായത്ത് വക ക്വാറിയുടെ ലേലമാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. ലേലത്തിൽ പങ്കെടുക്കാൻ വന്നെത്തിയ നിങ്ങൾ ഓരോരുത്തരെയും മൂളിക്കണ്ടം ഗ്രാമപഞ്ചായത്തിന്റെ പേരിൽ പഞ്ചായത്ത് സെക്രട്ടറി കൂടിയായ ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. എന്തിനാ രാധാകൃഷ്ണ ഇങ്ങനെ ഒഴിഞ്ഞ കസേരകളെ നോക്കി സ്വാഗതം പറയുന്നത്? സർക്കാർ കാര്യമല്ലേ പ്രസിഡന്റ്? സർക്കാർ കാര്യം മുറ പോലെ എന്നല്ലേ പ്രമാണം. നമസ്കാരം. ഇത്തവണയെങ്കിലും ലേലത്തിന് ആളുണ്ടാവുന്ന ഞാൻ വിചാരിച്ചത്. എങ്ങനെ ആള് വരാനാ? കോര നേരത്തോക്കി പഞ്ചായത്തിന് മാത്രമല്ല, കണ്ട ഗുണ്ടകളുടെ കാല് പിടിക്കണ്ടേ? ഇനി എന്തിനാ ഈ ഫയൽ തുറന്നു വെച്ചോണ്ടിരിക്കുന്നത്? ഇറങ്ങാൻ നോക്കുക. ഞാനും ഇറങ്ങാൻ. എനിക്ക് ബ്ലോക്ക് പഞ്ചായത്ത് വരെ ഒന്ന് പോണം. ലേലത്തിൽ പങ്കെടുക്കാൻ വന്നതാ. പേര് അച്ഛൻ കുഞ്ഞ്. ലേല വ്യവസ്ഥകളെ പറ്റിയൊക്കെ അറിയോ? അറിയാം. ലേല വ്യവസ്ഥ സെക്രട്ടറി ഉദ്ദേശിച്ചത് ആ ഫാസിയുടെ കാര്യമാണ് അല്ലേ? അതെ, ഫാസി എന്തും ചെയ്യാൻ മടിക്കാത്തൊരു ഗുണ്ടയാ. ചങ്കൂറ്റം ഫാസി എന്നാ ഇരട്ടപ്പേര്. അപ്പൊ ആരാ ചങ്കൂറ്റ? അറിയാം. അതറിഞ്ഞിട്ട് തന്നെ ഞാനിങ്ങോട്ട് വന്നത്. ആ, വരൂ. പൊടി പറപ്പിച്ച് കാറിങ്ങോട്ട് പോർണ കണ്ടപ്പോഴേ ഉറപ്പിച്ചു വരവ് ലേലം പിടിക്കാനാണ്. അപ്പോ എങ്ങനെയാ കാര്യങ്ങള്? പ്രസിഡന്റെ, പറഞ്ഞു കൊടുത്തില്ലേ മൂളിക്കണ്ടത്തെ നാട്ടുമര്യാദകള്? ലേലത്തുകയുടെ 10% ആദ്യം, പിന്നെ മാസാമാസം തുക വേറെ. അതിനവനിട്ടിരിക്കുന്ന ചെല്ല പേര് കപ്പം. അവന്റെ അപ്പനായ ചെമ്പരന്തു ഭാസ്കരന്റെ കാലത്ത് തുടങ്ങിയ ശീലം ആദ്യം ബലം പ്രയോഗിച്ച് നടപ്പാക്കി. പിന്നെ അതൊരു മാമൂലായി, ആചാരമായി. പക്ഷേ ഈ അച്ഛൻ കുഞ്ഞൊരു ചില്ലിക്കാശ് തരില്ല. വാങ്ങാൻ അറിയാങ്കിലോ? നടക്കില്ല. ചെന്ന് പറഞ്ഞേക്കുന്നുണ്ട് ഭാസിയോട്, ഈ അച്ഛൻ കുഞ്ഞോട് കളിച്ചാൽ കളി പഠിപ്പിക്കുമെന്ന്. ഫുൾ ലോഡാ. വിളച്ചെടുത്ത പൊട്ടിക്കഴിഞ്ഞാൽ
നമുക്കിനിയും കാണേണ്ടി വരും. ഓ തലോ സമയം പറഞ്ഞാ മതി, ഞാൻ വരാം. മിടുക്കൻ, ഇത്രയും ധൈര്യം ഉണ്ടാവും വിചാരിച്ചില്ല. ദേവി നോക്കിക്കോണേ. ബുദ്ധിമുട്ടാ പ്രസിഡന്റ്. ഫാസിയെ വെല്ലുവിളിച്ച സ്ഥിതിക്ക് ഇനി മൂളിക്കണ്ടത്തെ ഭഗവതി വിചാരിച്ചാൽ ഇവനെ രക്ഷിക്കാൻ പറ്റും.